ഇവിടെ സിനിമാ നടനാവണം എന്നാഗ്രഹിച്ച് നടക്കുന്ന ജിഗ് എന്ന വ്യക്തി തനിക്ക് ആനാക്കൊണ്ട റീബൂട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് കിട്ടിയെന്ന് പറഞ്ഞ് തൻ്റെ സുഹൃത്തുക്കളെയും കൂടി സിനിമ എടുക്കാനായി നേരെ ആമസോൺ ഫോറസ്റ്റിലേക്ക് പോകുന്നു. അവർക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു ആനാക്കൊണ്ടയെ ആവശ്യമുള്ളത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പാമ്പിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ അവരുടെ കൂടെ കൂട്ടി അയാളുടെ കൂടെ ഒരു ബോട്ടുമായി കാടിന്റെ നടുക്കുള്ള ആമസോൺ ഫോറസ്റ്റിന്റെ നദിയിലേക്ക് പോകുന്നു. അങ്ങനെ രസകരമായി അവരുടെ സിനിമയുടെ ചിത്രീകരണം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഡയറക്ടർ ജിഫിന്റെ അടുത്ത് അവനും ആനക്കൊണ്ടയും തമ്മിലുള്ള ക്ലോസ് ആയിട്ടുള്ള ഒരു സീൻ എടുക്കണമെന്ന് പറഞ്ഞ് ബോട്ടിന്റെ മുൻവശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ജിഫിന് ആനക്കൊണ്ടയെ പേടിയായതുകൊണ്ട് അവൻ തന്റെ സുഹൃത്തായിട്ടുള്ള ഡയറക്ടറിന്റെ അടുത്ത് ആ സീൻ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും ഡയറക്ടർ ഇത് പ്രധാന സീനാണെന്നും പാമ്പിന് നല്ല ട്രെയിനിങ് എല്ലാം കിട്ടിയതാണെന്ന് പറഞ്ഞ് അവന് കോൺഫിഡൻസ് എല്ലാം കൊടുത്ത് ആ സീൻ നല്ലപോലെ ചെയ്യാൻ നിന്നെ കൊണ്ട് മാത്രം സാധിക്കുള്ളൂ എന്ന് പറയുന്നു. മോട്ടിവേഷൻ എല്ലാം കേട്ട് ചാർജായി ജിഫ് വേഗം തന്നെ ആനാക്കൊണ്ടയെ തന്റെ കയ്യിൽ പിടിച്ച് ആ സീനെല്ലാം അഭിനയിക്കാനായി നോക്കിയതും പാമ്പ് വായ തുറക്കുന്നത് കണ്ട് പേടിച്ച ജിഫ് വേഗം തന്നെ അതിനെ പുഴയിലേക്ക് വലിച്ചെറിയുന്നു. എന്നാൽ പാമ്പാവട്ടെ ബോട്ടിന്റെ ബ്ലേഡെല്ലാം കൊണ്ട് അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടതും ഇത് കണ്ട് അവരുടെ ചിത്രീകരണം മുടങ്ങി നിർത്ത് അവർക്കെല്ലാം വളരെയധികം നിരാശയെല്ലാം ആവുന്നു. അവർ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന സമയം പെട്ടെന്ന് സൈഡിലൂടെ ഒരു ഷൂട്ടിംഗ് ടീം എല്ലാം പോകുന്നത് കണ്ട് ഡയറക്ടർ അവരുടെ അടുത്ത് ഇത് ഏത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണെന്ന് തിരക്കുന്നു. ആ ബോട്ടിലുണ്ടായിരുന്ന ലേഡി ഇത് സോണി പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ആനാക്കൊണ്ട എന്ന ചിത്രത്തിന്റെ റീബൂട്ടാണെന്ന് പറഞ്ഞതും അവർക്കെല്ലാം കള്ളം പറഞ്ഞാണ് അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് മനസ്സിലാവുന്നു.